ക്ലാസ്സിൽ പോണേന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്റ്റെയറിംഗ് തള്ളി നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്റെ മോനെ ഞാൻ കൊന്നാണോ? കാം ഡൗൺ അരവിന്ദ്. ഞാൻ അവന്റെ അച്ഛനാണ് മേഡം. ഒരച്ഛന് ഇങ്ങനത് ചെയ്യാൻ പറ്റില്ല. അത് മേഡത്തിന് കുറച്ച് നാൾ കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ അരവിന്ദ്, നൗ യു ടെൽ മീ, എന്താണ് സ്കൂളിൽ സംഭവിച്ചത്? ഞാൻ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചത് മേഡം പറഞ്ഞതുപോലെ ഒന്നുമല്ല. മുമ്പും പലതവണ നമ്മൾ അശ്വിനെ വോൺ ചെയ്തിരുന്നു. ഡയറിയിൽ എഴുതിയും കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഓഫ് ലേറ്റ് ഹിസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്ഡ് എ ലോട്ട്. ഞങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ചെറിയ കുട്ടിയല്ലേ, അല്ല അവൻ ചെയ്തത് തെറ്റാണ്. ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ഞാൻ അവരുടെ പാരൻസിനോട് സംസാരിക്കും. യു മസ്റ്റ്. റിയലി സോറി മാം. മിസ്റ്റർ ജാക്കി ചാൻ, നീ എന്തിനാണ് ആ കുട്ടീനെ തള്ളിയിട്ടെ? ബാഡ് വേർഡ് വിളിച്ചോ? ടീച്ചറോട് പറഞ്ഞാൽ പോരെ? അങ്ങനെ തള്ളിയിടാമോ? പറ്റിപ്പോയോ? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടാ, അപ്പിക്കുട്ടിയായി പോവും. നീ ഒന്നും കഴിക്കണല്ലടാ, തീരെ വെയിറ്റ് ഇല്ലല്ലോ. തിരിച്ച് ഓഫീസിലെത്തിയപ്പോഴാ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായി. ഞാൻ ആകെ മൂഡ് ഔട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ക്ലബിലേക്ക് പോയി. കവി ഡേ ഹലോ മാഡം, ഇയാൾ ഇപ്പോഴും എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. ലുക്ക് അരവിന്ദ്, പോലീസ് സർജൻ ഉടനെ ഇവിടെ എത്തും. അദ്ദേഹം കുട്ടിയെ എക്സാമിൻ ചെയ്താൽ നിങ്ങൾ പറഞ്ഞ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. നടന്ന സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ഇപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ മേ ബി ഐ ക്യാൻ ഹെൽപ്പ് യു. Think about your family and do the right thing. Alphonse, what do you think? മാഡം കുറച്ച് സോഫ്റ്റ് ആണ്. ഒരു 10 മിനിറ്റ് എനിക്ക് അവനെ വിട്ടതാ. ഇടിച്ചവന്റെ അതൊന്നും ഇവിടെ വേണ്ട, ഇത് ഹോസ്പിറ്റലാ. ശരത് മാഡം, സോണി പിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ സംസാരിച്ചു വേണം, ഒരു ഇച്ചിരി ടഫാ. സാറിന്റെ ഭാഷയിലൊന്നും സംസാരിച്ച ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. കോൾ ലിസ്റ്റ് എന്തായി? 1 hour എടുക്കാം സാർ. ഓക്കെ ഗുഡ്. ഡോക്ടർ ഗൗതം, കവിത, സോണി ഇവരുടെ എല്ലാം റിട്ടൺ സ്റ്റേറ്റ്മെന്റ്സ് വേണം. മൊഴികളിലെ മിസ്മാച്ച് ഇവരുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗിൽ കിട്ടിയാൽ ദാറ്റ് വിൽ മേക്ക് ദ കേസ് സ്ട്രോങ്ങർ. ഐ തിങ്ക് ഹീസ് ബ്രേക്കിംഗ് ഡൗൺ. ഒരാളുടെ കൺഫെഷൻ മതി. ഈ രാത്രി തന്നെ നമ്മൾ ഈ കേസ് ക്ലോസ് ചെയ്യും.
വല്ലവർക്കും വേണ്ടി ജയിലിൽ പോണോ കൊച്ചേ? നല്ല ബുദ്ധിയുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ചു, അച്ചു തൊടണ്ടാട്ടോ. കുഴപ്പമൊന്നുമില്ല എന്നാണല്ലോ പറഞ്ഞത്. പിന്നെന്താ റെസ്പോണ്ട് ചെയ്യാത്ത? കുറച്ച് സമയം എടുക്കും. അച്ചു, ഹസ്ബൻഡ് തല്ലിയതല്ലേ? അല്ല, പേടിക്കണ്ട. പോലീസ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ മതി. യു വിൽ ബി സേഫ്. ഞാൻ കൂടെ നിൽക്കാം. പോലീസോ? എന്തിന്? ആ, അച്ചു സ്റ്റെപ്പിൽ നിന്ന് വീണതാ. നിങ്ങൾ എന്തിനെങ്ങനെ നുണ പറയുന്നേ? നിങ്ങളിപ്പോഴത്തെ അമ്മമാരെ ഞാൻ കുറെ കണ്ടതാ ഹസ്ബൻഡിനെ രക്ഷിക്കാനായിട്ട്. എൻ്റെ അമ്മ ഇതേപോലെയായിരുന്നു. ഇതൊക്കെ ഈ കുട്ടിയുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നറിയോ? സിസ്റ്റർ എന്തീ പറയുന്നത്? ഇത് നടക്കും മരുന്ന് വീട്ടിൽ പോലും ഇല്ല. ഞാൻ കാരണ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സിസ്റ്റർ, അച്ഛനെ ഒന്ന് പെട്ടെന്ന് പ്ലീസ്. Seizures are not controlled. Make IV access. Saturation is 50. कभी ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് ഏഷ്യ വെൽകെയർ ഹോസ്പിറ്റലിൽ നിന്ന്. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. നിങ്ങൾ എന്താ ഡീറ്റെയിൽസ് ഒന്നും തരാതെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞ്? അത് കുഴപ്പമില്ല, മേഡം അവിടെ നിന്ന് പുറപ്പെട്ടു. അതല്ല. ഹലോ ഹലോ, അറിയിച്ചപ്പോ നീ ഇരിക്ക്. എടാ, ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എടാ,
അശ്വിൻ്റേതൊരു ചൈൽഡ് അബ്യൂസ് കേസാണെന്ന് ആരോ പോലീസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് അബ്യൂസാ? ആര് റിപ്പോർട്ട് ചെയ്തു? അറിയില്ല. നീ ഞാൻ പറയുന്ന പേഷ്യൻ്റായിട്ടൊന്ന് കേൾക്കണം. അശ്വിൻ സ്റ്റെയർസിൽ നിന്ന് വീണതല്ലെന്ന് പോലീസിന് സംശയമുണ്ടായ അവർ കവിതയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അറസ്റ്റോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഒരു കാര്യം ചെയ്യ്, ഞാനാ ചെയ്തതെന്ന് അവരോട് പറയാൻ പറ്റും. എടാ, അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള സമയമല്ലത്. വി ഹാവ് ടു ടാക്കിൾ ദിസ് സിറ്റുവേഷൻ. എടാ, നമ്മൾ മനുഷ്യന്മാരില്ലേ, നമുക്ക് തെറ്റൊക്കെ പറ്റില്ലേ? അത് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആര് മനസ്സിലാക്കാൻ? വരുന്നത് പോലീസാ. നീ മിഷ്കയെ കുറിച്ച് ചിന്തിക്ക്. നിനക്കറിയാലോ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ പോലീസിന്റെയും മീഡിയയുടെയും കയ്യിൽ കിട്ടിയാൽ എന്താവുന്നു? നാളെ നിങ്ങളായിരിക്കും ഹെഡ്ലൈൻസ്. അതിന് നിങ്ങൾ എന്താ പറഞ്ഞു വരാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അശ്വിൻ സ്റ്റേഴ്സിൽ നിന്ന് വീണതായിട്ട് പോലീസിനെ കൺവിൻസ് ചെയ്യണം. അതിനെ അശ്വിന്റെ ദേഹത്ത് സ്റ്റെയർസിൽ നിന്ന് വീണത് പോലുള്ള പാടുകൾ ഉണ്ടായിരിക്കണം. വി ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. ഇനിയും നീയൊക്കെ ഒരു മനുഷ്യനാണടാ. പോലീസ് വന്നാൽ ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ, പോലീസ് ഇസ് ഓൺ ദ വേ. പ്ലീസ്. ബോഡി സ്റ്റിഫായിക്കൊണ്ടിരിക്കുകയാണ്. സോറി ഡാ. ഐ എം സോറി. വേറെ നിവർത്തിയില്ലാത്തോണ്ട് പറഞ്ഞല്ലടാ. എടാ, ട്രസ്റ്റ് മീ. ഡു വാട്ട് ഐ ആം സേയിങ്. കേസൊക്കെ വന്ന കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്റെ കൂടെ ഫാമിലി അല്ലടാ. അച്ഛൻ എനിക്ക് മോനെ പറയല്ലേ. We already have a disaster in our family. We can't handle more. എടാ, we don't have much choices. നീ ഇങ്ങനെ തളരില്ല. എന്നെ വിശ്വസിക്ക്. Trust me. എടാ, അച്ചു പോയി. ഇനി അവൾക്ക് നിങ്ങൾ രണ്ടുപേരും വേണ്ടേ?